ശാലില്ലാതെ ഞാൻ ഈ കടൽ തീരം വിട്ടു പോവില്ല. അത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു തന്നെ ഞാൻ വന്നിരിക്കുന്ന. എന്നെ തോൽപ്പിക്കാനായിട്ട് ശാലിന് വന്നിരിക്കുന്നത് ഈ കടലമ്മയുടെ മടിത്തട്ടിലേക്ക് തന്നെയാണെന്ന് എനിക്കറിയാം. എന്തായാലും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ച നിന്നെ ഞാനും തോൽപ്പിക്കാൻ പോവാ. നേരം പുലരുന്ന പോലെ ഈ കടലിരുമ്പെന്നത് നോക്കി ഞാനിരിക്കും. അതിനുള്ളിൽ താൻ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ ഈ കടല് തന്നെയാണ് എനിക്ക് ആശ്രയമെന്ന് ഞാൻ കരുതും. കാരണം ഇനി എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ല. തന്നെ കൂടാതെ ഒരു ലോകമില്ല, ജീവിതമില്ല എനിക്ക്. ഞാനിപ്പോൾ ഒരു വട്ടപൂജ. എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മരണം. അത് തന്നെയാ അങ്ങനെയുള്ളവർക്കുള്ള മറുമരുന്ന്. അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ പ്രവർത്തിച്ചതും പറഞ്ഞതും എല്ലാം തെറ്റാണ്. താൻ എന്നോട് ക്ഷമിക്കാതെ. തന്നോടല്ലാതെ ഞാൻ പിന്നെ ആരുടെ അടുത്ത് എൻ്റെ സങ്കടങ്ങൾ പറയാം? എനിക്ക് താനല്ലാതെ പിന്നെ ആരെനിക്ക് കൂട്ടായിട്ടില്ല. മനസ്സു ശരീരം മറ്റൊരാൾക്ക് നൽകിയിട്ട് വീണ്ടും എന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വരുന്ന നിന്നെ എന്ത് പേര് തടി വിളിക്കട്ടെ? ഇവിടെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തൂടെ? പക്ഷെ തന്റെ ഈ തീരുമാനം എന്നെ തകർത്ത് കളഞ്ഞു ശാലിനി, തകർത്ത് കളഞ്ഞു.